നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുരങ്ങുപനി മലയോരത്ത് ആശങ്കയിൽ കഴിയുന്നത് വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ കേളകം കണിച്ചാർ മേഖലയിലുള്ളവർ. ആലഫാം വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിൽ ഏക്കർ സ്ഥലത്ത് നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പിന് ഒരുങ്ങി. കയറ്റിയിറക്ക് കൂലി നൽകിയില്ല. ഇരട്ടി സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ചുമട്ടുതൊഴിലാളികളുടെ പ്രതിഷേധം. കേളകം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മോഷണം. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്ക്, ഇൻവെർട്ടർ ബാറ്ററി, സൗണ്ട് ബോക്സ്, മൈക്ക് എന്നിവയാണ് മോഷണം പോയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കുരങ്ങുപനി മലയോരത്ത് ആശങ്ക. ആർളം വന്യജീവി സങ്കേതത്തിൽ കഴിഞ്ഞ ദിവസം ചത്ത 4 കുരങ്ങുകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണകാരണം കുരങ്ങുപനിയാണെന്ന് സ്ഥിരീകരിച്ചത്. വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ കേളകം കണിച്ചാർ മേഖലയിലുള്ളവരാണ് ആശങ്കയിലായത്. ആറളം വന്യജീവി സങ്കേതത്തിൽ കുരങ്ങുകൾ പനി ബാധിച്ച് ചത്തതോടെ മലയോര മേഖല ആശങ്കയിൽ. കഴിഞ്ഞ ദിവസം ആറളം വന്യജീവി സങ്കേതത്തിൽ 4 കുരങ്ങുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണകാരണം കുരങ്ങുപനിയാണെന്ന് സ്ഥിരീകരിച്ചത്. ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളായ കേളകം കണിച്ചാർ പഞ്ചായത്തുകളിലുള്ളവർ ഭീതിയിലാണ്. വളയഞ്ചാൽ, തുള്ളൽ, പൂക്കുണ്ട്, നരിക്കടവ്, അടക്കാത്തോട്, രാമച്ചി, ശാന്തിഗിരി പ്രദേശങ്ങൾ ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ്. ഈ മേഖലയിലെ കുരങ്ങുകളിലും രോഗബാധയുണ്ടോ എന്നതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ലാത്തതാണ് ആശങ്കയ്ക്കും ഭീതിക്കും കാരണം. വനത്തിൽ നിന്നും കിലോമീറ്ററുകളോളം ഉള്ളിലേക്ക് കടന്ന് ജനവാസ മേഖലയിൽ കുരങ്ങുകൾ എത്താറുണ്ട്. പ്രദേശത്തെ വീടുകൾക്കുള്ളിൽ കയറുന്ന കുരങ്ങുകൾ കാർഷിക വിളകൾ ഉൾപ്പെടെ നശിപ്പിക്കുന്നതും നിത്യസംഭവമാണ്. കുരങ്ങുപനി സ്ഥിരീകരിച്ചിട്ടും കാര്യമായ പ്രതിരോധ നടപടികളൊന്നും തന്നെ വനം വകുപ്പോ ആരോഗ്യവകുപ്പോ സ്വീകരിച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. കുരങ്ങുകളെ നിരീക്ഷിക്കാൻ വനം വകുപ്പിന് യാതൊരു സംവിധാനവും ഇല്ല എന്നതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ചിക്കൻ പോക്സ് പോലുള്ള അസുഖമാണിത്. രോഗം ബാധിച്ചയാൾ ചുമക്കുമ്പോഴോ മൂക്ക് ചീറ്റുമ്പോഴോ ആണ് വൈറസ് വായുവിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുന്നത്. കടുത്ത പനി, തലവേദന, പുറം വേദന, പേശികളിൽ വേദന തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. ദേഹമാസകലം തിണർപ്പുകൾ ഉണ്ടാകുകയും പിന്നീട് ഇവ ദ്രാവകം നിറഞ്ഞ് ചെറിയ കുമിളകളായി മാറുകയും ചെയ്യും. അസുഖബാധിതരിൽ നിന്നും അകലം പാലിക്കുക. രോഗബാധിതർ ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കാതിരിക്കുക. ഏതെങ്കിലും സാഹചര്യത്തിൽ മൃഗങ്ങളുടെ കടിയോ മാന്തലോ ഏൽക്കാനിടയാൽ സോപ്പ് വെള്ളം ഉപയോഗിച്ച് 15 മിനിറ്റെങ്കിലും വൃത്തിയായി കഴുകുക. മാംസാഹാരം നല്ലവണ്ണം വേവിച്ചു മാത്രം കഴിക്കുക. മൃഗങ്ങളെ തൊട്ടതിനു ശേഷം കൈ വൃത്തിയായി സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകുക. അസുഖമുള്ള മൃഗങ്ങളെ പരിപാലിക്കുമ്പോൾ ശ്രദ്ധിക്കുക തുടങ്ങിയവയാണ് രോഗപ്രതിരോധ മാർഗങ്ങൾ. ഹൈവിഷൻ ന്യൂസ്, കേളകം. ആർളം വന്യജീവി സങ്കേതത്തിനുള്ളിൽ കുരങ്ങുകൾ കൂട്ടമായി ചത്തത് മങ്കി മലേറിയ രോഗം ബാധിച്ചാണെന്ന വനംവകുപ്പിന്റെ സ്ഥിരീകരണം ആശങ്ക ജനിപ്പിക്കുന്നതെന്ന് കിഫ. ആർളം വന്യജീവി സങ്കേതത്തിനുള്ളിൽ കുരങ്ങുകൾ കൂട്ടമായി ചത്തത് മങ്കി മലേറിയ രോഗം ബാധിച്ചാണെന്ന വനം വകുപ്പിന്റെ സ്ഥിരീകരണം ആശങ്ക ജനിപ്പിക്കുന്നതാണെന്ന് കിഫ. പ്ലാസ്മോഡിയം നോലെസി എന്ന ഈ പാരസെറ്റ് കുരങ്ങുകളിൽ നിന്നും മനുഷ്യരിലേക്ക് വേഗം പകരുന്നതാണ്. തുമ്മിയാലും മൂക്കുചീറ്റിയാലും സ്രവങ്ങളിൽ കൂടിയും ഇത് പകരും. നിലവിൽ വളയഞ്ചാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കുരങ്ങ് ശല്യം അതിരൂക്ഷമായി തുടരുകയാണ്. വീടിനുള്ളിൽ കുരങ്ങുകൾ കയറി ഭക്ഷണ സാധനങ്ങൾ തിന്നുന്നത് പതിവാണ്. ഈ സാഹചര്യത്തിൽ കുരങ്ങുകളിൽ നിന്നും മലേറിയ എളുപ്പത്തിൽ പകരാനിടയുള്ള അതിഗുരുതരമായ സാഹചര്യം ഈ പ്രദേശങ്ങളിലുണ്ട്. വന്യജീവി സങ്കേതത്തിൽ നിന്നും ജനവാസ കേന്ദ്രത്തിലേക്ക് കടക്കുന്ന കുരങ്ങുകളെ കൊന്നൊടുക്കണമെന്ന് കിഫ സംസ്ഥാന ചെയർമാൻ അലക്സ് ഒഴുകിയിൽ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ ആർളം വന്യജീവി സങ്കേതത്തിൽ ഉള്ള കുരങ്ങുകൾക്ക് കുരങ്ങ് മലേറിയ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് വളരെയധികം ആശങ്ക ഉണർത്തുന്ന ഒരു സാഹചര്യമാണ്. കുരങ്ങ് മലേറിയ മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള ഒരു അസുഖമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ആർളം മേഖലയിൽ വളരെ വലിയ രീതിയിൽ കുരങ്ങുകളുടെ ആക്രമണം നാട്ടുകാർ നേരിടുന്നുണ്ട്. അവിടെ തെങ്ങ്, റബ്ബർ, വാഴ, കശുമാവ് അങ്ങനെ ഇന്ന വിള എന്നില്ലാതെ എല്ലാത്തരം വിളയും അതിഭീകരമായിട്ടുള്ള കുരങ്ങിൻ്റെ ആക്രമണം നേരിടുകയും വീട്ടിൽ കയറി ഭക്ഷണ സാധനങ്ങളും ചട്ടിയും കലവും അടക്കം എടുത്തെറിയുകയും ആളുകൾ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നിലവിൽ ആർളം വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തിയിലുള്ള ജനങ്ങൾ നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ കുരങ്ങിന് മലേറിയ സ്ഥിരീകരിച്ചു എന്ന വാർത്ത അത്യന്തം ആശങ്കാജനകമായിട്ട് തന്നെ കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അടിയന്തരമായ നടപടികൾ ഈ കാര്യത്തിലുണ്ടാവുകയും കുരങ്ങുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ, അത് രോഗബാധ ഉള്ള കുരങ്ങുകളെയും രോഗബാധ ഏൽക്കാൻ സാധ്യതയുള്ള കുരങ്ങുകളുടെയും അടിയന്തരമായി കള്ളിങ് നടത്തിക്കൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം കാണണം. ഇപ്പോൾ പന്നിപ്പനി വരുമ്പോൾ അല്ലെങ്കിൽ പക്ഷിപ്പനി വരുമ്പോൾ കൂട്ടത്തോടെ പന്നികളെയും പക്ഷികളെയും താറാവുകളെയും ഒക്കെ കൊന്നുകളയുന്ന ഒരു നയമാണ് സർക്കാർ എടുക്കുന്നത്.
പന്നിപ്പനിയും പക്ഷിപ്പനിയും സ്ഥിരീകരിക്കുമ്പോൾ രോഗം പടരാതിരിക്കാൻ വളർത്തുമൃഗങ്ങളെ കൊല്ലുന്ന അതേ മാനദണ്ഡം തന്നെ ഇവിടെയും പ്രാവർത്തികമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വനംവകുപ്പ് പെട്രോളിംഗ് പ്രവർത്തനങ്ങൾ നടത്താതെ ജനവാസ കേന്ദ്രത്തിന്റെ അതിർത്തികളിൽ സ്റ്റാഫുകളെ നിയോഗിക്കണമെന്നും ജനത്തിന്റെ ജീവന് സുരക്ഷ ഉറപ്പാക്കാൻ ദുരന്ത നിവാരണ നിയമം ഉപയോഗിച്ചുള്ള കള്ളിംഗ് നടപടികൾ ചെയ്യണമെന്നും കിഫ ജില്ലാ പ്രസിഡന്റ് പ്രിൻസ് ദേവസ്യം പറഞ്ഞു. ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിൽ കുരങ്ങുകൾ കൂട്ടമായി ചത്തതുമായി ബന്ധപ്പെട്ട് മങ്കി മലേറിയ ആണെന്ന വനംവകുപ്പിന്റെ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇത് പ്രദേശവാസികൾക്കിടയിൽ അത്യധികം ആശങ്ക പടർത്തിയിട്ടുണ്ട്. പ്ലാസ്മോഡിയം നോലസി എന്ന പാരസൈറ്റ് കുരങ്ങുകളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരാവുന്നതാണ്. നമുക്കറിയാം, ചീങ്കണ്ണിപ്പുഴയോര പ്രദേശത്ത് പ്രത്യേകിച്ച് വളയഞ്ചാൽ മേഖലയിൽ അതിരൂക്ഷമായ കുരങ്ങ് ശല്യമാണ്. കുരങ്ങുകൾ കൂട്ടമായി വീടിനുള്ളിൽ വരെ എത്തി വീട്ടുസാമഗ്രികൾ നശിപ്പിക്കുന്നതും ആഹാര സാധനങ്ങൾ തിന്നുന്നതും മനുഷ്യനെ ആക്രമിക്കുന്നതും വരെ പതിവായിട്ടുണ്ട്. വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ പ്രദേശങ്ങളിൽ രോഗം പടരാനുള്ള സാഹചര്യമുണ്ട്. ഹൈ വിഷൻ ന്യൂസ്, കേരളം. ആലം വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിൽ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പിന് ഒരുങ്ങി. എന്നും നഷ്ടങ്ങളുടെ കണക്ക് മാത്രം പറയാനുണ്ടായിരുന്ന ആർളം ഫാം ഇപ്പോൾ വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിലാണ്. വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ഫാമിൽ ആദ്യമായി നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. 3 ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. 10,000 തൈകളാണ് കൃഷി ചെയ്തത്. ഓണത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ജൂലൈ മാസത്തിലാണ് ചെണ്ടുമല്ലി തൈകൾ നട്ടത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായത് ചെറിയൊരു ഭീഷണി ഉയർത്തിയെങ്കിലും ഈ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ടാണ് ചെണ്ടുമല്ലിപ്പൂ കൃഷി വിളവെടുപ്പിന് ഒരുങ്ങുന്നത്. ആറളം ഫാം വൈവിധ്യവൽക്കരണത്തിൻ്റെ പാതയിൽ കൂടിയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായി നമ്മൾ പലതരത്തിലുള്ള കൃഷികളും ഇപ്പോൾ ഇവിടെ അനുവർത്തിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഈ വർഷം പൂക്കൃഷി ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ആദ്യമായിട്ടാണ് ഫാമിൽ പൂക്കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ 3 ഏക്കർ സ്ഥലത്ത് പൂക്കൃഷി ചെയ്തിട്ട് കഴിഞ്ഞ ജൂലൈ മാസം 12-ാം തീയതിയാണ് അത് പ്ലാൻ ചെയ്തത്. ഈ അത്തനാളോടുകൂടി നമുക്ക് വിളവെടുക്കാൻ കഴിയും. നല്ലൊരു ഈ കാലാവസ്ഥയിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നിരുന്നാൽ പോലും നല്ലൊരു വിളവ് എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഈ ഓണക്കാലത്ത് ഫാമിൻ്റെ പൂ ഈ വിപണിയിൽ ഇറങ്ങുകയും ആ വിപണിയിൽ ഒരു നല്ല വിലക്കുറവും കാര്യങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയും. നിരവധി ആളുകളാണ് ചെണ്ടുമല്ലികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ ആർളം ഫാമിലെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ജോലി ചെയ്ത തൊഴിലാളികളുടെ കൂലി ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് ചുമട്ടുതൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ഇരിട്ടി സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P. പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ജോലി ചെയ്ത തൊഴിലാളികളുടെ കൂലി ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട ചുമട്ടുതൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ഇരിട്ടി സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇരിട്ടി സബ് രജിസ്ട്രാർ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്ന സമയത്ത് ഓഫീസിലെ സാധന സാമഗ്രികൾ കയറ്റിറക്കം നടത്തിയതിലെ കൂലി ഇനത്തിൽ ലഭിക്കേണ്ട 1,80,000 രൂപ കഴിഞ്ഞ 2 വർഷമായിട്ടും നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ചുമട്ടുതൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ഇരിട്ടി സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P. പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ചുമട്ടുതൊഴിലാളികളുടെ കൂട്ടത്തിൽ നേഴ്സിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകാം. സ്വാശ്രയ കോളേജിലാണ് വിദ്യാർത്ഥി പഠിക്കുന്നുണ്ടെങ്കിൽ 3 മാസം ഫീസ് കൊടുക്കാതെ മുടങ്ങിക്കിടക്കുമ്പോൾ കുട്ടിയെ പുറത്താക്കും. ഇങ്ങനെ കുട്ടിയുടെ വിദ്യാഭ്യാസം തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റുക. ഈ വരുമാനം കണക്കാക്കിയിട്ടല്ലേ ഓരോ ആളുകളും ജീവിതം ക്രമപ്പെടുന്നതും കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതും പ്രായമുള്ളവരെ ചികിത്സ നടത്തും എല്ലാം ഈ വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലേ. 2.5 കൊല്ലമായി അധ്വാനത്തിന്റെ വേർപ്പിന്റെ മണമുള്ള ഈ പണം തരാൻ വേണ്ടി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. കണ്ണൂർ ജില്ലയിൽ സമീപകാലത്ത് കുറെ രജിസ്റ്റർ ഓഫീസുകൾ മാറ്റം വരുന്നുണ്ടോ? തലശ്ശേരി രജിസ്ട്രാർ ഓഫീസ് 1 വർഷം മുമ്പിലാണ് മാറ്റിയത്. അവർക്ക് 1 മാസം കൊണ്ട് ശമ്പളത്തിൽ ഈ കൂലി കിട്ടി. 66,000 രൂപയാണ് അവരുടെ കൂലി 1 മാസത്തിനിടയിൽ അവർക്ക് കിട്ടി. മട്ടന്നൂർ രജിസ്റ്റർ ഓഫീസ് കെട്ടിടം മാറ്റിയിട്ട് ഇപ്പോൾ 1 വർഷം പൂർത്തീകരിക്കാനായി. പക്ഷെ അവരുടെ 56,000 രൂപ ഇപ്പൊ കുടിശ്ശികയില്ല. അവരിപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തൊഴിലാളികളുടെ കൂലി കൊടുക്കുന്ന കാര്യത്തിൽ ചില ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഈ തെറ്റായ സമീപനത്തെ
ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാത്രമേ പറ്റൂ. അതുകൊണ്ട് ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് ഞങ്ങൾ നടത്തുന്നത്. ഇരിട്ടി ഏരിയ പ്രസിഡന്റ് പി.ഒ. ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു. CIT ഇരിട്ടി ഏരിയ സെക്രട്ടറി എസ്. സത്യൻ, KP പ്രസാദ്, ഹരിദാസ്, സന്തോഷ്, സത്യധർമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കേളകം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പൂട്ട് തകർത്ത് മോഷണം. ഇൻവെർട്ടർ ബാറ്ററിയും CCTVയുടെ ഹാർഡ് ഡിസ്കും മോഷണം പോയി. കേളകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേളകം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രധാന കവാടത്തിന്റെ പൂട്ട് തകർത്ത് മോഷണം. മെഡിക്കൽ ഓഫീസറുടെ മുറിക്ക് സമീപത്ത് സ്ഥാപിച്ച ആരോഗ്യ കേന്ദ്രത്തിന്റെ CCTV ക്യാമറകളുടെ ഹാർഡ് ഡിസ്ക്, 2 സ്പീക്കർ, മൈക്ക്, സമീപത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മുറിയിൽ വെച്ചിരുന്ന ഇൻവെർട്ടറുകളുടെ 2 ബാറ്ററികൾ എന്നിവയാണ് കള്ളൻ കൊണ്ടുപോയത്. മുറികളുടെ വാതിലുകൾ പൂട്ടിയിരുന്നില്ലെന്ന് ജീവനക്കാർ പറഞ്ഞു. രാവിലെ ആശുപത്രി തുറക്കാനെത്തിയ ജീവനക്കാരാണ് സംഭവം കണ്ടത്. ഉടൻ തന്നെ മെഡിക്കൽ ഓഫീസറെയും കേളകം പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് SI VV ശ്രീജേഷ്, ASI സജേഷ് കോളയാട് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പൂട്ടുപൊളിക്കാനായി ഉപയോഗിച്ച് എന്ന് കരുതുന്ന ഒരു കല്ല് സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തും. സംഭവവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ഓഫീസർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സജീവൻ പാലുമി ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇന്ന് രാവിലെ നമ്മുടെ PHCയിൽ ജീവനക്കാർ എത്തിക്കഴിഞ്ഞപ്പം ഒരു മോഷണ ശ്രമം നടന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ CC ക്യാമറയുടെ ഹാർഡ് ഡിസ്കും അതുപോലെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ 2 ബാറ്ററി പെട്ടി, അതുപോലെ ഇതിൻ്റെ സൗണ്ട് ബോക്സ്, ഇങ്ങനെ 3 ഐറ്റമാണ് ഇവിടെ ആദ്യ റൗണ്ടിൽ കണ്ടിട്ടുള്ളത് നഷ്ടപ്പെട്ടതായിട്ട്. അപ്പോൾ ഇത് രാത്രി പോയതായിട്ടാണ് ഉള്ള വിവരമുണ്ട്. പോലീസ് അടക്കം വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസർ പിന്നെ ഇതിൻ്റെ ബാക്കി നടപടിക്ക് വേണ്ടിയിട്ട് പരാതി കാര്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. മൊബൈൽ ടവറിന്റെ ബാറ്ററി മോഷണം പോയി. കേളകം ടൗണിലെ റിലയൻസ് ജിയോയുടെ ടവറിന്റെ ജനറേറ്റർ ബാറ്ററിയാണ് മോഷണം പോയത്. കേളകം പോലീസിൽ പരാതി നൽകി. മൊബൈൽ ടവറിന്റെ ബാറ്ററി മോഷണം പോയി. കേളകം ടൗണിലെ റിലയൻസ് ജിയോയുടെ ടവറിന്റെ ജനറേറ്റർ ബാറ്ററിയാണ് മോഷണം പോയത്. തിങ്കളാഴ്ച രാവിലെ ടവർ ഓപ്പറേറ്റർ ധനേഷ് സ്ഥലത്തെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. റിലയൻസ് ടവറിന്റെ കേളകത്തുള്ള ജനറേറ്റർ ബാറ്ററി ഇന്നലെ മോഷണം പോയിട്ടുണ്ട്. ഇന്നലെ രാത്രിക്ക് മോഷണം പോയിട്ട് രാവിലെ വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ അടിയന്തരമായ നടപടി എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുന്നേ എങ്ങനെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇത് ഇത്രയും ആദ്യമായിട്ടാണ് ഒരു മോഷണം നടന്നത്. അതുപോലെയാണ് ശ്രദ്ധയപ്പെട്ട കറണ്ട് എപ്പം പോകുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് മലയോര മേഖലയാണ്ട് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഇന്നലെ കറണ്ട് അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മറവിൽ ആരും മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. ടവർ സ്റ്റാർട്ട് ചെയ്യുന്ന ജനറേറ്റർ ബാറ്ററിയാണ് കള്ളൻ മോഷ്ടിച്ചത്. സംഭവത്തെ തുടർന്ന് ധനേഷ് കേളകം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. പോഷൻ മാഹ് 2024ന്റെ ഭാഗമായി പോഷണ മാസാചരണം പെരാവൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം കുനിത്തല അംഗൻവാടിയിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പോഷൻ മാഹ് 2024ന്റെ ഭാഗമായി സെപ്റ്റംബർ 1 മുതൽ 30 വരെ നടക്കുന്ന പോഷൻ മാസാചരണത്തിന്റെ പേരാവൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം കുനിത്തല അംഗനവാടിയിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന മനോഹരൻ അധ്യക്ഷത വഹിച്ചു. CDPO ബിജി തങ്കപ്പൻ പദ്ധതി വിശദീകരണം നടത്തി. പോഷകാഹാരത്തിന്റെ പ്രാധാന്യം കുട്ടികളെ മനസ്സിലാക്കണം, അതേ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ദിനാചരണങ്ങൾ നടത്തുന്നത്. അംഗൻവാടികളെ നിങ്ങൾക്കറിയാം, അംഗൻവാടി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അംഗൻവാടി ടീച്ചറോ ഹെൽപ്പറും 2 കുട്ടികളും മാത്രമായ ഒരു അംഗൻവാടി ആയില്ല. ഇതുപോലെ നിങ്ങളെ പോലുള്ള സഹകരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ നമുക്ക് വേണം. ആ ആളുകളിലൂടെ മാത്രമേ നമ്മൾക്ക് ആ കുടുംബങ്ങളിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നതാണ് നാളെ നമ്മുടെ നാട്ടിലേക്ക് ഒരു മെസ്സേജായി പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന മാസാചരണമായി തന്നെ പോഷകാഹാര മാസാചരണം നമ്മൾ ആചരിക്കുന്നത്. ഇതിന് ഇവിടെ വളരെ പെട്ടെന്നാണ് ഞങ്ങൾ കുനിത്തല അംഗൻവാടിയെ തിരഞ്ഞെടുത്തത്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഞാൻ ഈ നാട്ടുകാരി തന്നെയാണ്. എൻ്റെ കുട്ടി ഈ അംഗൻവാടിയിലാണ് പഠിച്ചത്. അല്ലെങ്കിൽ തന്നെയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ് കുനിത്തല അംഗൻവാടി. അപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു ഇനാഗ്രേഷൻ നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പെട്ടെന്ന് പറഞ്ഞിട്ടായാൽ പോലും അഭിലാഷയും സുമിയും ചേർന്ന് ഇത് വളരെ ഭംഗിയായ രീതിയിൽ ആളുകളെയൊക്കെ വിളിച്ചു ചേർത്ത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇത്തരം നല്ല പരിപാടികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കുന്നു. വാർഡ് മെമ്പർ C യമുന, ICD സൂപ്പർവൈസർ ആശ MP, ചന്ദ്രമതി ടീച്ചർ, വാസു കുനിത്തല, രവീന്ദ്രൻ ചാലി, ഷീബ സുരേഷ്, പുഷ്പ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.
CPIM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി CPIM പേരാവൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ വെള്ളർവള്ളി സ്കൂൾ ബ്രാഞ്ച് സമ്മേളനം CPIM പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം KT ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി CPIM പേരാവൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ വെള്ളർവള്ളി സ്കൂൾ ബ്രാഞ്ച് സമ്മേളനം CPIM പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം KT ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്വയം വിമർശനത്തോടുകൂടി വിമർശന വിധേയമായി പരിശോധിക്കുകയാണ് നമ്മുടെ സമ്മേളനങ്ങളിലെല്ലാം നടത്തിയിട്ടുള്ളത്. ആ നിലയിൽ മറ്റു പാർട്ടികളിലൊന്നും കാണാത്ത വളരെ സുദീർഘമായ പരിപാടികളാണ് നമ്മുടെ സമ്മേളനത്തിൻ്റെ ഭാഗങ്ങളായി, ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സമ്മേളനത്തിൻ്റെ ഭാഗങ്ങളിലായി നടക്കുന്നത്. നമ്മുടെ പാർട്ടിയുടെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസും അതുപോലെ തന്നെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനങ്ങളും അംഗീകരിച്ച നയത്തിൻ്റെയും പരിപാടിയുടെയും കാഴ്ചപ്പാടുകളുടെയും അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ലോക്കൽ മേഖലയിൽ, നമ്മുടെ ബ്രാഞ്ച് മേഖലകളിൽ എല്ലാം എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു. വർഗവിഭജന പ്രസ്ഥാനങ്ങൾ എത്രമാത്രം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പുതിയ ജനവിഭാഗങ്ങളെ അതാത് വർഗവിഭജന പ്രസ്ഥാനങ്ങളിൽ നമുക്ക് എത്രമാത്രം അണിനിരത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് എത്രമാത്രം കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി വർഗവിഭജന പ്രസ്ഥാനങ്ങളും അതുപോലെ പാർട്ടിയും. ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ ബിന്ദു ലക്ഷ്മണൻ രക്തസാക്ഷി പ്രമേയവും നിഷ പ്രദീപൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. വി ബാബു മാസ്റ്റർ, KJ ജോയിക്കുട്ടി, പ്രീതി ലത, ജോയി പാലക്കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ മട്ടന്നൂർ മാനന്തവാടി എയർപോർട്ട് റോഡ് എത്രയും വേഗം ഭൂമി ഏറ്റെടുത്ത് ഗതാഗത യോഗ്യമാക്കണമെന്നും വാർഡിൽ കളിസ്ഥലം കണ്ടെത്തുന്ന സാഹചര്യമുണ്ടാക്കാൻ പഞ്ചായത്ത് സ്വത്തര നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പേരാവൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഭരണപക്ഷ MLA PV അൻവർ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അഴിമതികളെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചും അന്വേഷിക്കുക, കൊലപാതകവും സ്വർണ്ണക്കടത്തടക്കമുള്ള കുറ്റകൃത്യങ്ങളുടെ ഗൂഢാലോചന നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണെന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പേരാവൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജൂബിലി ചാക്കോ, ലിസി ജോസഫ്, സുദീപ് ജെയിംസ്, പൂക്കോത്ത് അബുബക്കർ, ജോണി ആമക്കാട്ട്, സന്തോഷ് മണ്ണാർകുളം, ഷഫീർ ചെക്കിയാത്ത്, നമേഷ് കുമാർ KP, ജോസ് നടപ്പുറം, പൊയിൽ മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. മാലൂർ ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് സമ്പൂർണ്ണ വരിക്കപ്ലാവ് ഗ്രാമമാക്കുന്നു. വാർഡ് മെമ്പർ TP സിറാജ് മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മാലൂർ ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് വെള്ളിലോടിനെയാണ് സമ്പൂർണ്ണ വരിക്കപ്ലാവ് ഗ്രാമമാക്കുന്നത്. നേരത്തെ വിവിധ പ്രവർത്തനങ്ങളുമായി വേറിട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്ന വാർഡ് മെമ്പർ TP സിറാജ് മാസ്റ്റർ വാർഡിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഓഫീസ് ഉൾപ്പെടെ ആരംഭിച്ചാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ പൊതുഭവനം പുതുവസന്തം എന്ന പരിപാടിയുടെ ഭാഗമായി വാർഡിലെ പുതുതായി പണികഴിപ്പിച്ച 75 വീടുകൾക്ക് ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തിരുന്നു. ഇപ്പോൾ 1-ാം ഘട്ടം എന്ന നിലയിൽ വെള്ളിലോട് വാർഡിനെ സമ്പൂർണ്ണ വരിക്കപ്ലാവ് ഗ്രാമമാക്കുന്നതിനായി 300 വീടുകൾക്കാണ് പ്ലാവിൻ തൈകൾ നൽകുന്നത്. പദ്ധതിയെക്കുറിച്ച് വാർഡ് മെമ്പർ TP സിറാജ് മാസ്റ്റർ. മാലൂർ ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിൽ വാർഡ് മെമ്പർ എന്ന രീതിയിൽ തനതായിട്ട് എന്തെങ്കിലും പരിപാടികൾ നടപ്പിലാക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി മെമ്പർ ഇനീഷ്യേറ്റീവ് പ്രൊജക്റ്റ് എന്നും മെമ്പർ ഇനീഷ്യേറ്റീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് 2 പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിൻ്റെ തുടക്കം സ്ട്രീറ്റ് ലൈറ്റ് നാട്ടുകാരുടെ സുഹൃത്തുക്കളെയൊക്കെ സഹായത്തോടുകൂടി പൊതുനന്മ ഫണ്ട് ഉപയോഗിച്ച്
പഞ്ചായത്തിൻ്റെ KSCBയുടെ ലൈറ്റ് എത്താത്ത പ്രദേശങ്ങളിൽ എത്തിച്ചു. അതിൽ 5 സോളാർ ലൈറ്റുകൾ, ഉൾപ്രദേശങ്ങളിൽ 5 സോളാർ ലൈറ്റുകൾ നടപ്പിലാക്കി. അങ്ങനെ നാട്ടുകാരുടെ പ്രസ്ഥാനത്തിൻ്റെ നിർലോഭമായ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാസികളെ അടക്കമുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പ്ലാൻ ചെയ്തു. അതിൽ ഏറ്റവും നല്ല ഒന്ന് പുതുഭവനം പുതുവസന്തം എന്ന പേരിൽ മെമ്പറായതിനു ശേഷം വാർഡിൽ പുതുതായിട്ട് വീട്ടിൽ കൂടുന്ന ആളുകൾക്ക് വാർഡ് മെമ്പറുടെ ഒരു സമ്മാനം എന്ന രീതിയിൽ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഫലവൃക്ഷ തൈകൾ നൽകിയതിൽ 2 വർഷം കൊണ്ട് ചക്കയും മാങ്ങയും പേരക്ക അടക്കമുള്ള ഫലങ്ങൾ ഉണ്ടായപ്പോൾ ഇതെൻ്റെ വാർഡിലെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് മാക്സിമം ആളുകളിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യണമെന്നൊരു ആഗ്രഹത്തിൽ നിന്നാണ് വരിക്കപ്ലാവ്. നമുക്കറിയാം ഇതിലൊരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് സാധ്യതകളുള്ള ആവശ്യമുള്ള ഒരു മെഡിസിൻ ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെ വരിക്കപ്ലാവ് ഗ്രാമമാക്കാൻ വേണ്ടി 2ാം വാർഡിനെ ആഗ്രഹിച്ചു. ഞാൻ എൻ്റെ പ്രസ്ഥാനത്തെയും എൻ്റെ സഹപ്രവർത്തകരോടൊക്കെ ഈ ആശയം പറഞ്ഞപ്പോൾ അവർ നിർലോഭമായ പിന്തുണ നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ മണ്ണുത്തിയുള്ള ഒരു ഗവൺമെൻറ് അപ്രൂവ്ഡായിട്ടുള്ള ഒരു നഴ്സറിയെ ബന്ധപ്പെട്ടു. അവർ 300ഓളം തൈകൾ നൽകി. പൊതുജനങ്ങളിൽ നിന്നും ഒരു ഗുണഭോക്തൃ വിഹിതം എന്ന രീതിയിൽ തൃശ്ശൂരിൽ നിന്നും ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 30 രൂപ വണ്ടി ചെലവ് മാത്രം ജനങ്ങളിൽ നിന്നും വാങ്ങിക്കൊണ്ട് ബാക്കിയെല്ലാം എൻ്റെ പ്രസ്ഥാനവും എൻ്റെ സുഹൃത്തുക്കളും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനവും എൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ പ്രവാസികളടക്കമുള്ള ആളുകൾ KMCCൻ്റെ ആളുകളടക്കമുള്ള ആളുകൾ ഇതിൻ്റെ ഫണ്ട് തന്നുകൊണ്ട് 37,500 രൂപ ഏകദേശം ഇതിന് ചിലവായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാവാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ്റെ ആരാധ്യനായ മേയറാണ് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും. ഒപ്പം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വാർഡിലെ എല്ലാ ആളുകളുടെയും ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ എല്ലാ ആളുകളുടെയും സപ്പോർട്ട്, അത് രാഷ്ട്രീയമില്ല, മതമില്ല, അതിൽ വർണ്ണമോ വിവേകമോ അല്ലെങ്കിൽ ജാതിയോ ഒന്നുമില്ലാതെ എല്ലാ ആളുകളുടെയും പിന്തുണ എനിക്ക് എൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇത്തരത്തിലൊരു പ്രചോദനം എനിക്ക് കിട്ടിയിട്ടുള്ളത്. 30 രൂപ ഗുണഭോക്തൃ വിഹിതം വാങ്ങി വിയറ്റ്നാം മേളി ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈകളാണ് വിതരണം ചെയ്യുന്നത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കണവം ഹിദായ അഖില കേരള മദ്ഹ് ഗാന മത്സരത്തിനും മീലാദ് ഫെസ്റ്റിനും ഈ മാസം 12-ന് തുടക്കമാകും. വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന കണ്ണവം ഹിദായ സംഘടിപ്പിക്കുന്ന അഖില കേരള മദ്ഹ് ഗാന മത്സരത്തിനും മിലാദ് ഫെസ്റ്റിനും സെപ്റ്റംബർ 12-ന് വെള്ളിയാഴ്ച തുടക്കമാകും. സയ്യിദ് ഇബ്രാഹിം കോയക്കുട്ടി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തും. ചരിത്രപ്രസിദ്ധമായ കണ്ണവം വെളുമ്പത്ത് മക്കാം സിറിയാത്തിന് ഹിദായ ജനറൽ മാനേജർ സാദിഖ് അദനി നേതൃത്വം നൽകും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ഇബ്രാഹിം ഹാജി കോളയാടിൻ്റെ അധ്യക്ഷതയിൽ SYS ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സഖാഫി മെരുവമ്പായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പ്രഭാഷണം, വിദ്യാർത്ഥികളുടെ മിലാദ് ഫെസ്റ്റ് എന്നിവ നടക്കും. ശനിയാഴ്ച രാത്രി നടക്കുന്ന മിലാദ് ഫെസ്റ്റ് ഇബ്രാഹിം മാസ്റ്റർ കണ്ണവത്തിൻ്റെ അധ്യക്ഷതയിൽ റേഞ്ച് വൈസ് പ്രസിഡന്റ് യൂസഫ് സഖാഫി പരിയാരം ഉദ്ഘാടനം ചെയ്യും. 14 ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങൾ സമാപന സമ്മേളനം ഷൗക്കത്ത് ഭാഗവി നീലഗിരിയുടെ അധ്യക്ഷതയിൽ ഹിദായ പ്രസിഡന്റ് സയ്യിദ് സൈനുൽ ആബിദൂൻ മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകും. നാസർ സഖാഫി, അബ്ദുൽ ഖാദർ ചാലക്കര, ജലീൽ സഖാഫി, N മുഹമ്മദ്, MP അബൂബക്കർ ഹാജി, PC ഹാരിസ്, BK റഫീഖ്, PC നസീർ, മജീദ് തുടങ്ങിയവർ സംബന്ധിക്കും. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഭാരതീയ വിദ്യാനികേതൻ കണ്ണൂർ ജില്ലാ ശാസ്ത്രമേളയിലും ഗണിതശാസ്ത്രമേളയിലും 1ാം സ്ഥാനം നേടി ഓവറോൾ ചാമ്പ്യന്മാരായ പുന്നാട് നിവേദിത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഭാരതീയ വിദ്യാനികേതൻ കണ്ണൂർ ജില്ലാ ശാസ്ത്രമേളയിലും ഗണിതശാസ്ത്രമേളയിലും 1ാം സ്ഥാനം നേടി ഓവറോൾ ചാമ്പ്യന്മാരായ പുന്നാട് നിവേദിത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സർട്ടിഫിക്കറ്റ് വിതരണവും വിദ്യാലയത്തിൽ വെച്ച് നടന്നു. നിങ്ങളുടെ ഈ വിദ്യാലയത്തിന്റെ പേര് ഇത്രയധികം ഉയർന്നിരിക്കുകയാണ്. കാരണം മൗത്ത് മൗത്ത് നമുക്ക് കിട്ടുന്ന പ്രചരണം ഭയങ്കരമാണ്. കാരണം ജില്ലാതലത്തിൽ ശാസ്ത്രമേളയിലും ഗണിതശാസ്ത്രമേളയിലും ഇത്ര ഉന്നത സ്ഥാനം കൈവരിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു നേട്ടമാണ്. ഇതിനുള്ള പബ്ലിസിറ്റി നമ്മൾ കുറച്ച് കൂടുതൽ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഘോഷയാത്ര നടത്തി നമ്മുടെ നാട്ടുകാരെ മൊത്തം അറിയിക്കേണ്ടതാണ്. കാരണം ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ കഴിവുകളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം മെനക്കെടുന്ന പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ മാനേജ്മെന്റിന്റെയും
ആ കഠിനാധ്വാനം സമൂഹം മൊത്തം അറിയേണ്ടതാണ്. അതും ഒരു വലിയൊരു സാംസ്കാരിക ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വിദ്യാലയം. ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ പി.വി. ഗോപിനാഥൻ സർട്ടിഫിക്കറ്റ് നൽകി അനുമോദിച്ചു. വിദ്യാനികേതൻ ജില്ലാ സെക്രട്ടറി എ.കെ. സുരേഷ് കുമാർ ഓവറോൾ ട്രോഫി കൈമാറി. He came and made a new model with sensors without the help of anyone. And he had been helping the other students also to make their models. At the very same time, he was suggesting some modifications to the other models to me also. സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ അധ്യാപിക കെ രഞ്ജിനി, സ്കൂൾ മാനേജർ കെ പി രാഹുൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. പോഷൻ മാഹ് 2024 ഭാഗമായി കണിച്ചാർ പഞ്ചായത്ത് തല പോഷണ മാസാചരണം ഉദ്ഘാടനം കണിച്ചാർ അംഗൻവാടിയിൽ നടന്നു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ തോമസ് വടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ICDC സൂപ്പർവൈസർ ലിനി വർഗീസ് അധ്യക്ഷത വഹിച്ചു. MP സജീവൻ, ശൈല, അഞ്ജു സെബാസ്റ്റ്യൻ, ND പ്രഭാകരൻ, ഡേസി ടീച്ചർ എന്നിവർ പങ്കെടുത്തു. ചരമം തിരുഹൃദയ സന്യാസിനി സമൂഹം തലശ്ശേരി സെന്റ് ജോസഫ് പ്രൊവിൻസ് അംഗമായ സിസ്റ്റർ സാലി മാത്യു ഇഴച്ചേരിൽ SH അന്തരിച്ചു. 54 വയസ്സായിരുന്നു. വിപണി റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 232, പേരാവൂർ 233, കൊട്ടിയൂർ 233. റബ്ബർ ലോട്ട് ഇരിട്ടി 212, പേരാവൂർ 223, കൊട്ടിയൂർ 223. ഒട്ടുപാൻ ഇരിട്ടി 120, പേരാവൂർ 125, കൊട്ടിയൂർ 122. കുരുമുളക് ഇരിട്ടി 620, പേരാവൂർ 615, കൊട്ടിയൂർ 625. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 320. നീ വന്നു അഴകേ പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6670, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുരങ്ങുപനി മലയോരത്ത് ആശങ്കയിൽ കഴിയുന്നത് വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ കേളകം കണിച്ചാർ മേഖലയിലുള്ളവർ. ആലഫാം വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിൽ ഏക്കർ സ്ഥലത്ത് നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പിന് ഒരുങ്ങി. കയറ്റിയിറക്ക് കൂലി നൽകിയില്ല, ഇരട്ടി സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ചുമട്ടുതൊഴിലാളികളുടെ പ്രതിഷേധം. കേളകം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മോഷണം. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്ക്, ഇൻവെർട്ടർ ബാറ്ററി, സൗണ്ട് ബോക്സ്, മൈക്ക് എന്നിവയാണ് മോഷണം പോയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.